അണ്ണാ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കുഴഞ്ഞു. ഇപ്പൊ എല്ലാവർക്കും ഭരിക്കണം. 2 ലോകവും ഭരിക്കാനുള്ള ഭാഗ്യം എന്റെ ജാതകത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. അത് കോട്ടുകാർ ജാതകത്തെ കൊണ്ട് ജാതകം നിരാശപ്പെടാതിരിക്കൂ സഹസ്രാശ. നീ കാര്യങ്ങളുടെ 2 വശവും മനസ്സിലാക്കണം. ഇവിടെ നടന്ന കാര്യം പറഞ്ഞ് സമയം കളയണം. എന്താണ് നടന്നതെന്ന് നിങ്ങളുടെ മുഖം നോക്കിയാൽ എനിക്ക് മനസ്സിലാവും. നിങ്ങൾ തമ്മിൽ വഴക്കടിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. പ്രശ്നങ്ങൾ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. അതെന്താ? വനിതാ സംവരണം. ആ മണ്ടോദരിയും പുരക്ഷിത്തലവി ശൂർപ്പണഖയും കിടന്ന് കയറ് പൊട്ടിക്കുന്നു. ദേവലോകം വനിതാ സംവരണ മണ്ഡലമാക്കണമെന്ന്. അതാണ് അവരുടെ ഡിമാൻഡ്. എങ്ങനുണ്ട്? തമിഴ് പുലികളെ കൊണ്ട് ശല്യമായിരിക്കും. തൽക്കാലം കുഴപ്പമില്ല. ഞാൻ കുംഭകർണനെ കണ്ടു. അയാൾ ഇത് സോൾവ് ചെയ്ത് തരാമെന്ന് ഏറ്റിട്ടുണ്ട്. പക്ഷേ അത് സെറ്റിക്വിറ്റി കൊടുക്കേണ്ടി വരും. സെറ്റിക്വിറ്റി എന്തൊരു സെറ്റിക്വിറ്റി എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടി? എനിക്കറിഞ്ഞൂടാ. എനിക്കും അറിഞ്ഞൂടാ. ഈ സെറ്റിക്വിറ്റി എന്ന് പറഞ്ഞാ ഈ വേർക്കുന്നതിന്റെ കാശ് ഇപ്പൊ എല്ലാ കളിക്കും ഉണ്ട്. അതെ, അയാൾക്ക് വല്ലതും കിട്ടുന്ന പോസ്റ്റ് കൊടുക്കണം. അത്ര തന്നെ. അച്ഛാ, നമുക്ക് കുംഭകർണ മാമനെ ഗുഡ് നൈറ്റ് കുതിരയുടെ ബ്രാൻഡ് അംബാസഡർ ആക്കാം. അതെന്തെങ്കിലും നിങ്ങൾ ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചെയ്യാം. അത് മാത്രമല്ല, ദേവേന്ദ്രൻ പുരക്ഷിത്തലവി ശൂർപ്പണഖയെ വിളിച്ചൊന്ന് സംസാരിക്കണം. അയ്യോ, അതിന് എനിക്ക് തമിഴ് അറിഞ്ഞൂടല്ലോ. ഹിന്ദി ആയിരുന്നെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പരന്തു പരന്തു എന്ന് പറയായിരുന്നു. ഇതൊക്കെ സോൾവ് ചെയ്താൽ പ്രധാന പ്രശ്നം കിടക്കുകയാണ്. പരിഹാരം നിർദ്ദേശിച്ചേ പറ്റൂ. എന്തായാലും നിങ്ങൾക്കെല്ലാം ഭരിക്കാൻ താല്പര്യമുള്ള സ്ഥിതിക്ക് ഇനി അവരവരുടെ യോഗ്യതയായിരിക്കും ഭരിക്കാനുള്ള മാനദണ്ഡം. യോഗ്യത ആര് നിശ്ചയിക്കും? ഞാൻ നിശ്ചയിക്കും. കേന്ദ്ര കമ്മിറ്റി എന്നെയാണ് ഇതിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഞാനാണ് വിധികർത്താവ്. എൻ്റെ തീരുമാനം അന്തിമമായിരിക്കും. അതാരും ചോദ്യം ചെയ്യാൻ പാടില്ല. ഡീൽ ഓർ നോട്ട് ഡീൽ. യോഗ്യത നോക്കാൻ നമുക്കൊരു കളി കളിക്കാം. എന്ത് കളി? എല്ലാവരുടെയും പേരെഴുതി തുണ്ടെടുത്തിട്ടുള്ള കളി. അച്ഛന്റെ പേരാണ് വരണമെങ്കിൽ അച്ഛൻ മുഖ്യമന്ത്രി, നമ്മുടെ ആണെങ്കിലും പേരാണെങ്കില എങ്കിൽ അച്ഛൻ മുഖ്യമന്ത്രി, അച്ഛന്റെ പേര് വരണം. നമുക്ക് പിന്നെയും കളിക്കാം. മുട്ട കഴിച്ചില്ല, അച്ഛനെ മുഖ്യമന്ത്രിയാക്കാൻ നടക്കുന്നത്. ദേവേന്ദ്ര, നീ ആദിത്യ മര്യാദകൾ മറന്നിരിക്കുന്നു. കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം പോലും തന്നില്ല. ആരെവിടെ? നാരദ മഹർഷിക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് ജപ്പാൻ കുടിവെള്ളം കൊണ്ടുവരൂ. അപ്പൊ ഈ അടുത്ത കാലത്ത് കിട്ടൂല? കിട്ടും. കിട്ടേണ്ടതാണ്, കിട്ടുമായിരിക്കും. നമുക്ക് യോഗ്യതകൾ പരിശോധിക്കാം. ആദ്യം വരുണൻ, ശ്രദ്ധാവതിയുടെ അധിപൻ, വെള്ളത്തിന്റെ രാജാവ്. ലോകത്തിലെ സകല നദികളും നദീപതിയായ സമുദ്രവും വരുണന്റെ ചൊൽപ്പടിക്ക് നിൽക്കും. അങ്ങേരുടെ സമ്മതമില്ലാതെ ആർക്കും വെള്ളം അടിക്കാൻ പറ്റില്ല. വെള്ളം കുടിക്കാൻ ഒക്കില്ല. അപ്പൊ അയാൾ അറിഞ്ഞോണ്ടായിരിക്കും ഈ മറ്റേ ടൈറ്റാനിക് എല്ലാം വിളിച്ച് മുക്കിയത്. വിഡിത്തം പറയാതിരിക്കൂ സഹസ്രാശ. അടുത്തത് അഗ്നിയുടെ ഊഴം. ഞാൻ അഗ്നിദേവൻ, തേജോവതിയുടെ അധിപൻ, പഞ്ചഭൂതങ്ങളിൽ പ്രധാനി. ജ്വലിക്കുന്ന അഗ്നിയെ ഭയക്കാത്തതാരുണ്ട്? ഫയർഫോഴ്സ്. ഭരണോ അഗ്നി പരീക്ഷ ആയിരിക്കും. അളകാതിപ്പാം, കേൾക്കട്ടെ നിന്റെ യോഗ്യതകൾ. ഞാൻ കുബേരൻ, മഹോദയത്തിന്റെ അധിപൻ, സകല സമ്പത്തിന്റെയും ഉടമസ്ഥൻ. ഒരു ഭരണത്തിന് ഏറ്റവും ആവശ്യം പണമാണ്. പണമില്ലെങ്കിൽ പിണം. ദേവലോകത്തെ ഏറ്റിയ. കേരളം ഭരിക്കാനുള്ള പണം കേരളത്തിലെ അബ്കാരികളുടെ കയ്യിലുണ്ട്. അടുത്തത് പുരന്ദരൻ. ഞാൻ ഇന്ദ്രൻ, ടിന്റുമോന്റെ അച്ഛൻ, ഈ അമരാവതിയുടെ അധിപൻ. ഭരണത്തിൽ എനിക്കുള്ള പരിചയം മറ്റാർക്കും ഉണ്ടാകാൻ സാധ്യതയില്ല. ഉർവശി, മേനക, രംഭ, തിലോത്തമ, നല്ല പരിചയം. ദേവലോകത്ത്
ദേവലോകത്തെ സന്തോഷ് മാധവൻ എന്നാണ് അണ്ണന്റെ വിശേഷണം. എന്റെ കയ്യിൽ മേനക എന്നൊരായുധമുണ്ട്. വിശ്വാമിത്രന്റെ തപസ്സിളക്കിയ മേനക. ആ മേനക എന്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് എന്തും സാധിക്കും. ഇപ്പൊ പുതിയ ഷക്കീല ടീമുകളാണുള്ളത്. അതിനിടയിലാണ് തന്റെ ഒരു ഉണക്ക മേനക. എന്റെ കയ്യിൽ വജ്രായുധമുണ്ട്. അച്ഛാ അതെനിക്കൊന്ന് വേണമല്ലേ? എന്തുണ്ട്? 2 ദിവസമായിട്ട് തേങ്ങയുടെ ആളൊന്നില്ല. ഞാൻ അത് എറിഞ്ഞില്ല. എന്റെ വാഹനം ഐരാവതം. വെള്ളാനയല്ലേ? അത് കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. മതി മതി, ഇതൊന്നും കേരളം ഭരിക്കാനുള്ള യോഗ്യതകളല്ല. എന്തായാലും അച്ഛൻ കേരളം ഭരിക്കുമെന്ന് നീരാളിയോട് ചോദിക്കാത്തത് നന്നായി. അതെന്താ പാവ നീരാളി ചിരിച്ചിരിച്ച് താപം കൂട്ടി ചത്തുപോയത്. നിങ്ങളുടെ യോഗ്യതകളിൽ ഞാൻ തൃപ്തനല്ലാത്ത സ്ഥിതിക്ക് എനിക്ക് മറ്റുള്ള ആരെങ്കിലും ഞാൻ ആരാണെന്ന് മനസ്സിലായോ? കഴിഞ്ഞ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് അട്ടഹാസത്തിന് 1ാം സമ്മാനം കിട്ടിയത് ഈ ചേട്ടനാണ്. അല്ല, എങ്കിൽ പിന്നെ താൻ ആരെന്ന് പറയേ? നാരായണത്ത് ഭ്രാന്തനോ? അത് നിന്റെ അച്ഛൻ. എങ്കിൽ താൻ ആരെന്ന് പറയൂ. ഞാൻ രാവണൻ, ലങ്ക ഭരിച്ചിരുന്ന. ഓ ഓ ഓ രാവണ ഭണ്ഡാര നായക. താങ്കളുടെ ആഗമന ഉദ്ദേശം? ഹലോ, ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആവശ്യത്തിന് അട്ടഹസിച്ച് കഴിഞ്ഞെങ്കിൽ താങ്കൾക്ക് പോകാം. നിങ്ങളുടെ ഈ ചർച്ച കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഈ ചർച്ച നിങ്ങൾക്ക് ഇവിടെ അവസാനിപ്പിക്കാം. മനസ്സിലായില്ല? ഈ കൂട്ടത്തിൽ കേരളം ഭരിക്കാൻ യോഗ്യതയുള്ള ഒരേ ഒരാളെ ഉള്ളൂ. ലങ്കാധിപനായ ഈ ഞാൻ രാവണൻ. രാവണ, തമിഴ് പുലിയുടെ വെടിവഴിച്ചോടി വന്ന രാവണ, നിനക്കെന്താ യോഗ്യത? കൈലാസമെടുത്ത മാനമാടിയിട്ടുള്ളവനാണ് ഈ രാവണൻ. അതങ്ങ് പള്ളി പറഞ്ഞാ മതി. അത് കേരളത്തിൽ നടക്കൂല. അവിടെ ലോഡിങ് അൺലോഡിങ് തൊഴിലാളികളുണ്ട്. കൈലാസം പോയിട്ട് ഒരു കൈലാസ് എടുക്കാൻ അവന്മാര് സമ്മതിക്കില്ല. ഇനി അഥവാ നീ എടുത്ത് അമ്മാനെ വാടിയ അമ്മാര് നിന്നെ എടുത്ത് ഊഞ്ഞാലാണ്. എനിക്ക് 10 തലകളുണ്ട്. അട്ടഹാസം മാമ, ഒരു ജലദോഷം വന്നാ തുമ്മി ഊപ്പാട് വരില്ലേ? എനിക്ക് 20 കൈകളുമുണ്ട്. അയ്യോ, അത് അതിനേം കാട്ടി കുഴപ്പമോ? നിന്റെ 10 തലയും 20 കൈയും കൂടെ 30 ഗ്രൂപ്പ് ഉണ്ടാക്കി. എന്നിട്ട് ഈ ഗ്രൂപ്പ് വഴക്ക് അടിയുള്ള ഒരു കുറുക്കല്ലേ ഉള്ളു രാവണ നിനക്ക്. പിന്നെ 20 കൈയുള്ളതുകൊണ്ട് മുണ്ട് പറിക്കാൻ വരുന്നവനെ കൈകാര്യം ചെയ്യാം. 1 or 2 കൈപ്പത്തികള് ഗുണ്ടകള് വെട്ടിക്കൊണ്ട് പോയാലും കുഴപ്പമില്ല. മുന്തിരിക്കൊലല്ലേ കിടക്കല്ലേ? ലങ്ക ഭരിച്ച രാവണന്, കൈലാസം വിറപ്പിച്ച രാവണന് കേരള ഭരണം നിസ്സാരം. രാഷ്ട്രീയ സുരന്മാർ ഭരിച്ചു മുടിച്ച കേരളം ഭരിക്കാൻ രാക്ഷസനായ ഞാനാണ് യോഗ്യൻ. ഞാൻ വിധി എഴുതി കഴിഞ്ഞു. രാഷ്ട്രീയ അസുരന്മാർ ഭരിച്ചു മുടിച്ച കേരളം ഭരിക്കാൻ രാക്ഷസ രാജാവായ രാവണൻ തന്നെ സർവ്വതാ യോഗ്യൻ. സാരമില്ല അച്ഛാ, അട്ടഹാസം മാമൻ ഭരിക്കട്ടെ. മാമന്റെ ജട്ടി കീറി, 10 തലയിൽ പേനും കയറി, 20 കൈ കൊണ്ട് ചൊറിഞ്ഞ് മാന്തി, നാറാളത്തെ ഭ്രാന്തം കണ്ട അയ്യാ എന്ന് വിളിക്കുന്ന കണ്ടീഷനിങ് വരും. അപ്പം നമുക്ക് മാമനെ പിടിച്ച് നമ്മുടെ ശ്രീശാന്തിന്റെ കോച്ചാക്കാം. മതി, കേന്ദ്ര കമ്മിറ്റിക്ക് ഞാൻ രാവണന്റെ പേര് ശുപാർശ ചെയ്തു. രാമൻ മഴുവെറിഞ്ഞുണ്ടായ കേരളം ഭരിക്കാൻ രാക്ഷസ രാജാവായ രാവണൻ ജൂംബലക്കടി ലംബ